തൃശൂരിലെ കൊടുങ്ങല്ലൂരിൽ പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയ യുവാവിന് നേരെയുണ്ടായത് അതിക്രൂര ആക്രമണമെന്ന വിവരം. ആലപ്പുഴ തുറവൂർ സ്വദേശിയായ സുദർശനാണ് ഗുരുതരമായി പരിക്കേറ്റ് തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്നത്. ആലപ്പുഴയിൽ നിന്നും കാണാതായ സുദർശന്റെ ജനനേന്ദ്രിയം മുറിച്ചതായും കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടതായും പരിശോധനയിൽ കണ്ടെത്തി. സംഭവത്തിൽ കേസെടുത്ത് കൊടുങ്ങല്ലൂർ പോലീസാണ് യുവാവിനെ തിരിച്ചറിഞ്ഞ് ബന്ധുക്കളെ വിവരം അറിയിച്ചത്. ഇന്നലെ ഈ ലിംഗം ഇവർ കട്ട് ചെയ്തിട്ട് അത് പഴുത്ത് ലിംഗം കട്ട് ചെയ്ത് മാറ്റി. അപ്പോഴാണ് സത്യത്തിൽ അന്നേരമാണ് പറയണം മൊത്തം ഇയാളുടെ ശരീരം തന്നെ കാണിക്കണം. അത് കണ്ടതും നമുക്ക് തലകറക്കും എന്തൊക്കെ വന്നു. ഒരു മൃഗീയമായിട്ടുള്ളൊരു സിനിമയിലൊക്കെ കാണുന്ന പോലെ ചെയ്തേക്കണം. മുൻവൈരാഗ്യമുണ്ട് ഇവരായിട്ട്. അല്ല, പോലീസുകാരാണ് ഇയാളെ കൊടുങ്ങല്ലൂർ റോട്ടിൽ നിന്നാണ് കിട്ടുന്നത്. അരൂരിൽ നിന്ന് മിസ്സായിട്ട് ഇയാളെ കൊടുങ്ങല്ലൂർ എവിടെയോ റോട്ടിൽ നിന്ന് ആൾക്കാർ വിളിച്ച് സ്റ്റേഷനിൽ വിളിച്ചിട്ട് അവരാണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യണം. പക്ഷെ ഇന്നലെ ഇവിടുത്തെ ഡോക്ടർമാർ പറഞ്ഞ് ഇപ്പോൾ കണ്ണീട്ടൊക്കെ കുത്തുണ്ടല്ലോ, കണ്ണീൻ്റെ കാഴ്ചയൊക്കെ നഷ്ടപ്പെട്ടു. അപ്പോൾ ഇവിടെ അന്ന് സംഭവിച്ചേക്കണതല്ല, ഈ ഇയാളെ കൊണ്ട് നടന്ന് ഇവർ ആക്രമിച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ ഇതൊക്കെ പഴുത്ത് ഈ ലിംഗവും എല്ലാം കണ്ണിൻ്റെ ഒക്കെ പഴുത്തിട്ട് ഇന്നലെ അതിൻ്റെ സംഭവം ചെയ്തു. ഇഞ്ചക്ഷനും കാഴ്ച പോകും എന്ന് തന്നെ, ആളെ തിരിച്ച് കിട്ടാൻ തന്നെ ബുദ്ധിമുട്ടാണെന്ന് അവർ. സാനു കെ സജീവ് നൽകും കൂടുതൽ വിശദാംശങ്ങൾ. സാനു, ഈ കൊച്ചു കേരളത്തിൽ എന്തൊക്കെയാണ് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തിനാണ് ഈ ചെറുപ്പക്കാരന് ഇത്രയും വലിയ ആക്രമണത്തിന് വിധേയമാക്കപ്പെട്ടത്? ഗൗതം, എന്തായാലും ഇതൊരു ചെറിയ അക്രമമല്ല. അതായത് നമ്മൾ കഥകളിലൊക്കെ കേട്ടിരിക്കുന്ന പോലെ ചിത്രവധം ചെയ്യുക എന്ന് തന്നെ വേണം പറയാനായിട്ട്. ഒരാളുടെ ഒരു മനുഷ്യ ശരീരത്തിൽ ഇത്രയധികം മുറിവേൽപ്പിക്കുക, കണ്ണ് ചൂഴ്ന്നെടുക്കുക, ഒപ്പം തന്നെ ലിംഗം മുറിച്ച് മാറ്റുക, നെഞ്ചു മുതൽ അതായത് കഴുത്ത് മുതൽ വയറ് വരെയുള്ള ഭാഗങ്ങൾ പൂർണ്ണമായിട്ടും വരഞ്ഞ് പരിക്കേൽപ്പിക്കുക, ഇങ്ങനെ അതിക്രൂരമായിട്ടുള്ളൊരു പീഡനമാണ് ആലപ്പുഴ തുറവൂർ സ്വദേശിയായിട്ടുള്ള സുദർശനന് ഏൽക്കേണ്ടി വരുന്നത്. കഴിഞ്ഞ 21-നാണ് ദേഹമാസകലം മുറിവേറ്റ നിലയിൽ ഈ സുദർശനെ കൊടുങ്ങല്ലൂരിന് സമീപം നഗ്നനായിട്ട്, അതായത് വസ്ത്രങ്ങളൊന്നുമില്ലാതെ വിവസ്ത്രനായിട്ട് റോഡിൽ ഉപേക്ഷിച്ച നിലയിൽ നാട്ടുകാർ കാണുന്നത്. തുടർന്ന് പോലീസിൽ വിവരമറിയിക്കുകയും പോലീസ് എത്തിയാണ് ഇദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. അതായത് സുദർശനന്റെ സഹോദരൻ തന്നെ വെളിപ്പെടുത്തിയിട്ടുള്ളത് കഴിഞ്ഞ 16 വരെ സുദർശനൻ തുറവൂരിലുണ്ടായിരുന്നു. തുറവൂരിലെ ചായക്കടകളിലടക്കം ജോലിയൊക്കെ എടുത്ത് അദ്ദേഹം ഉപജീവന മാർഗമായിട്ട് ഇത്തരം ജോലികളൊക്കെയാണ് ചെയ്തിരുന്നത്. ഇതിനുശേഷം ഇയാളെ കാണാനില്ലായിരുന്നു, അതായത് 16-ന് ശേഷം കാണാനില്ലായിരുന്നു. പിന്നെ ഈ സുദർശൻ എന്ന് പറയുന്ന വ്യക്തിനെ കാണുന്നത് കൊടുങ്ങല്ലൂരിന് സമീപം റോഡിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ്. ദേഹമാസകലം മുറിവേൽപ്പിച്ച നിലയിൽ, ഉപദ്രവിച്ച നിലയിൽ, റോഡിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ് പോലീസ് കണ്ടെത്തുന്നത്. തുടർന്ന് ഈ ദേഹവുമായിട്ട് ആശുപത്രി, അതായത് തൃശൂർ മെഡിക്കൽ കോളേജിലേക്കാണ് പോകുന്നത്. അതായത് പരിക്കുകളൊക്കെ ഗുരുതരമായതിനെ തുടർന്ന് തിരിച്ചു കിട്ടുമോ, ജീവൻ തിരിച്ചു ലഭിക്കുമോ എന്നുള്ള ഒരു ആശങ്ക ആ സമയത്ത് തന്നെ പോലീസ് പ്രകടിപ്പിച്ചിരുന്നു. തുടർന്ന് ഇദ്ദേഹത്തെ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് പ്രവേശിപ്പിക്കുകയായിരുന്നു. ഈ ലിംഗത്തിനുണ്ടായിട്ടുള്ള ഈ അണുബാധയെ തുടർന്ന് അത് മുറിച്ചു മാറ്റിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ കണ്ണിൻ്റെ താഴെ ഭാഗം, ഇടത് കണ്ണിൻ്റെ താഴെ ഭാഗം ചൂഴ്ന്ന നിലയിലാണ്, കുത്തി മുറിവേൽപ്പിച്ചിരിക്കുകയാണ്. ആ കണ്ണിൻ്റെ കാഴ്ചയും നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒപ്പം തന്നെ വയറിൻ്റെ ഇരുഭാഗങ്ങളിലും കത്തി കൊണ്ട് കുത്തിയിട്ടുണ്ട്. ആ കുത്തിയ ദ്വാരം വഴി കുടൽമാല പുറത്തേക്ക് വലിച്ചിട്ട നിലയിലായിരുന്നു എന്നാണ് സഹോദരൻ പറയുന്നത്. അത്രയ്ക്കും അതിക്രൂരമായിട്ടുള്ള പീഡനമാണ് ഈ സുദർശൻ എന്ന് പറയുന്ന വ്യക്തി ഏൽക്കേണ്ടി വന്നിട്ടുള്ളത്. ഒപ്പം തന്നെ ആ ബൈറ്റിൽ അകത്തും അതോടൊപ്പം തന്നെ ആ ചിത്രങ്ങൾക്കകത്തുമെല്ലാം നമുക്ക് കൃത്യമായിട്ട് തന്നെ എത്രത്തോളം വലിയ ആക്രമണമാണ് ഈ ചെറുപ്പക്കാരന് നേരെ ഉണ്ടായിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. കൊടുങ്ങല്ലൂർ പോലീസ് ഈ വിഷയത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചുവെന്നാണ് സാനു കെ സജീവ് തൃശ്ശൂരിൽ നിന്നും റിപ്പോർട്ട് ചെയ്തത്.